മഹാനവറുകൾ എവിടെയാണെന്ന് ഹവാരിമാർക്ക് മഹാനായ ഈസാ നബിയെ കാണാതെ വന്നു. അവർ ഓടിച്ചെന്നു. നോക്കുമ്പോ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്താണ്. അവിടെ നിന്ന് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം മെഡിറ്ററേനിയൻ കടലിന്റെ ഓളങ്ങളിലൂടെ നടക്കുകയാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞു, ഗുരു അങ്ങ് വെള്ളത്തിന്റെ മേൽ നടക്കുകയോ? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു തന്റെ അടുത്തൊരു ഹവാരിയോട്, അനുചരനോട്, ദാ ഇങ്ങോട്ട് വാ. അദ്ദേഹത്തിന്റെ കാല് വെള്ളത്തിൽ ആണ്ടുപോവുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം കൈ കൊടുത്ത് കൈ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നു. പക്ഷെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞില്ല. മഹാനവറുകൾ പറഞ്ഞു, ലൗ കാന ഫീ ഖൽബി അഹദികും ഹബ്ബത്തും മിനൽ യഖീൻ ലമശൈതും അലൽ മാഅ്. നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ ശരിയായ വിശ്വാസം ഒരു ധാന്യമണിയോളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിലൂടെ നടക്കാൻ കഴിയും. ഈസാ നബി അലൈഹിസ്സലാം അവിടുത്തെ അനുചരന്മാരോട് പറഞ്ഞതാണ്. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു റോമക്കാരുമായുള്ള യുദ്ധം നടന്നിട്ട് നമുക്ക് വഴിയെ വരുന്നുണ്ട്. 2,80,000 വരുന്ന ശത്രുക്കളുമായി നടന്ന യുദ്ധത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു വിജയം വരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങൾ അന്ന് 32,000 2,80,000 ശത്രുക്കൾ, റോമക്കാർ. അന്ന് റോമൻ സൈന്യവുമായി യുദ്ധം നടക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ വന്ന് പറഞ്ഞു, ഖാലിദ് ബിൻ വലീദ്, നമ്മൾ പേടിക്കുമോ? നമുക്ക് പേടി വരുന്നുണ്ട്. നമുക്ക് പരിസരത്തുള്ള പർവ്വതങ്ങളിലേക്ക് ഓടി ഒളിക്കേണ്ടി വരുമോ? മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുന്നു, നമുക്ക് അജൗസ്ലി എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട്. അജൗസ്ലി പർവ്വതത്തിലേക്ക് പോയി നമ്മൾ ഒളിക്കണോ? മാ അക്സറർ റൂം, റോമക്കാർ എത്രയാണ്, എത്ര വലുതാണ് ആ സൈന്യം എന്ന് മഹാനായ ഖാലിദ് എന്നവരോട് പറഞ്ഞപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ പറയല്ലിൻ, ബല്ലിലല്ലാഹിൽ മുൽതജാ, അല്ലാഹുവിലേക്കാണ് നമ്മൾ ഓടുന്നത്, നമ്മൾ മലമുകളിലേക്കല്ല ഓടുന്നത്. ഫദമഅത് ഐനാ, സൈന്യത്തിന്റെ നേതാവ് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊലിക്കുന്നു. മഹാനവറുകൾ പറഞ്ഞു, ഖുൽ, പറയുക, മാ അക്സറുൽ മുസ്ലിമീന വഅഖല്ലർ റൂം, മുസ്ലിമീങ്ങൾ എണ്ണത്തിൽ കൂടുതലുണ്ട് എന്ന് പറയിൻ, റോമക്കാർ ചെറുതാണെന്ന് പറയിൻ. എങ്ങനെ പറയാനാ? മുസ്ലിം 32,000 ഉള്ളൂ, ശത്രുക്കൾ 2,80,000. 2,80,000. എന്നിട്ട് ആ സൈന്യത്തോട് പടപൊരുതി ജയിച്ചിട്ടുണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ലവദിതു അന്നൽ അഷ്ഖറ ബറാഉം മിൻ തവജ്ജീഹ്, എന്റെ കുതിര അഷ്ഖർ, അന്ന് കുതിരയുടെ പേരാണ്. എന്റെ അഷ്ഖറിന്റെ അസുഖം മാറിയിരുന്നുവെങ്കിൽ വ അന്നർ റൂമ അദ്അഫുൽ അദദ, റോമക്കാർ ഈ വന്നതിന് ഇരട്ടി ഇനിയും വന്നെങ്കിൽ, റോമക്കാർ 5,60,000 ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചു പോവുകയാണ്. 3 ദിവസത്തോടുകൂടെ 3 ദിവസം കൊണ്ട് ആ യുദ്ധം വിജയിച്ചത് 32,000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും കൊണ്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അപ്പൊ റോമൻ സൈന്യാധിപൻ വന്ന് പറഞ്ഞു, അല്ല ഖാലിദേ, നിങ്ങളുടെ കാര്യം ഭയങ്കര അത്ഭുതമാണല്ലോ, എവിടുന്നാണ് ഈ വിജയം? അല്ലാഹ്, ഞങ്ങളുടെ ആയുധമല്ല, മുസ്ലിമിന്റെ ആയുധത്തിന്റെ ബലത്തിലല്ല വിജയം, അല്ലാഹുവിലുള്ള വിശ്വാസത്തിലാണ്, ഈമാനിലാണ് വിജയം. തക്ബീർ മുഴക്കുന്ന ഒരു മുസ്ലിമിന്റെ ശക്തി അല്ലാഹു നൽകുന്ന ശക്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എണ്ണത്തിൽ പേടിക്കാറില്ല മുസ്ലിമീങ്ങൾ. ബദർ 1000-നെതിരെ 300 കൊണ്ടാ യുദ്ധം നടന്നത്. എണ്ണമല്ല. നമ്മൾ അല്ലാഹുവിന്റെ ആളുകളാണോ, അല്ലാഹു നമ്മെ സംരക്ഷിക്കും. ഒരാൾക്കൊന്നും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ അല്ലാഹുവിനനുസരിച്ച് ജീവിച്ചാൽ ഈ ഭൂമിയിൽ വയഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, ഓരോ മനുഷ്യനും ഈ നാട്ടിൽ എവിടെ ജനിച്ചു എവിടെ മരിക്കണം അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. യഅലമു മുസ്തഖറഹ വമുസ്തൗദഅഹ, നമ്മളെ ഖബർ എവിടെയാണോ, വേറെ ഏത് രാജ്യത്താണോ, അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റവും ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇവരാരുമല്ല പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ഒരു സൂര്യോദയം കൊണ്ടുവരാൻ
ലോകത്തെ മനുഷ്യരുടെ ഒരു കൂട്ടായ്മക്കും കഴിയില്ല അള്ളാഹു തീരുമാനിക്കാതെ. സൂര്യാസ്തമയവും രാവും പകലും ആര് കൊണ്ടുവരുന്നു? അള്ളാഹു ജല്ല ജലാലു. കിണറ്റിലെ വെള്ളം കോരി കുടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. അത് അള്ളാഹു ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറാ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങളുടെ കിണറുകളിലെ വെള്ളം വറ്റിപ്പോയാൽ ആരാണടോ നിങ്ങൾക്ക് കുടിവെള്ളം തരുന്നത് എന്ന് ചോദിച്ചവനാണ് അള്ളാഹു. നമ്മൾ അഹങ്കരിക്കാണ്, ജ്യൂസും കുടിച്ചിട്ട് പറയാ നിങ്ങൾ ഇറങ്ങിപ്പോയിക്കോളൂ. ആരാണ് ഇവിടെ മനുഷ്യനെ കൊണ്ടുവന്നത്? സർവശക്തനായ അള്ളാഹു. അവന്റെ ചില നിയമങ്ങളും ചില നിർദ്ദേശങ്ങളും ചില സംവിധാനങ്ങളും ഉണ്ട് ഇവിടെ. അത് മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. എന്നല്ലാതെ മനുഷ്യനായിട്ട് ധിക്കാരിയായിട്ട് ഇറങ്ങി പുറപ്പെടല്ലേ. നിനക്കൊരു പനി പിടിച്ചാൽ മൂലക്ക് കിടക്കേണ്ട ആളാണ് നീ. ഒരു ജലദോഷം പിടിച്ചാൽ നിന്റെ ഹുങ്ക് എന്ത് പറ്റും നിനക്ക്? ഒരു തലവേദന വന്നാൽ നിന്റെ ഈ വാ നിറഞ്ഞ വർത്തമാനങ്ങൾ നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും? മനുഷ്യൻ വഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ദുർബലനാണ്. നമ്മൾ തിരിച്ചറിയണം. വഖുലിഖൽ ഇൻസാനു അജൂല, മനുഷ്യൻ താർക്കികനാണ്. മനുഷ്യൻ കടുത്ത ധൃതി പിടിച്ച് കാര്യങ്ങൾ അവധാനതയോടെ ചെയ്യാത്തവനാണ്. എന്തെല്ലാം വചനങ്ങൾ ഖുർആൻ നമ്മെ ഉണർത്തുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് അല്ലാഹു ജല്ല ജലാലു ഈ ഉമ്മത്തിന് ഹിഫ്ള് തരും, അല്ലാഹു സംരക്ഷണം നൽകും. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇവിടുന്ന് ആ വിജയം എന്റെ റബ്ബിൽ നിന്ന്. എന്നാ ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ. പരീക്ഷിച്ചോളൂ. ഞങ്ങൾ അതിശക്തമായ വിഷം നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. പോയിസൺ. പാമ്പ് കൊണ്ട് അല്ലാഹു സംരക്ഷിച്ച ചില മഹാന്മാരുണ്ട്, ഞാൻ വഴിയെ പറയാം. ഒരു കപ്പ് നിറയെ പോയിസൺ കൊണ്ടുവന്നു. ആ അല്ലാഹുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ കുടിച്ചൂടെ എന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാം. സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആരെങ്കിലും ഈ വചനങ്ങൾ ചൊല്ലുകയും ഈ വചനങ്ങൾ ചൊല്ലിയാൽ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇത് നമ്മളോട് പരീക്ഷിക്കണമെന്ന് ശറഅ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് നമ്മുടെ ഈമാൻ ദുർബലമാണെന്നറിയാം. പക്ഷേ ചരിത്രത്തിൽ നടന്ന സംഭവങ്ങളെ നമ്മൾ അപഗ്രഥിക്കുകയാണ്. ഈമാനിന്റെ ഉറപ്പുള്ള ആളുകൾ അവരതനുസരിച്ച് പ്രവർത്തിച്ചു. ലം യദുറഹു ഷൈഉൻ, ഇതാരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാവില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദ് തങ്ങളെ തെരിൻ നിങ്ങളുടെ വിഷം എന്ന് പറഞ്ഞു. റോമക്കാർ ആ വിഷം കൊടുത്തു. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ദൈവത്തിന്റെ നാമത്തിൽ, സ്രഷ്ടാവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ ഇത് കുടിക്കുകയാണ്. അവന്റെ നാമം ചൊല്ലിയാൽ ഭൂമിയിലോ ആകാശത്തോ ആർക്കുമേ ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കാണുന്നവനും അറിയുന്നവനും കേൾക്കുന്നവനുമാണ്. ഒന്ന് കുടിച്ചു നോക്കിയപ്പോ ശരിക്ക് റെഡ് ബുള്ളൊക്കെ കുടിച്ച പോലെ, ആരോഗ്യമല്ല ഉന്മേഷം. റെഡ് ബുൾ കുടിക്കണ്ടേ, ഒരു എനർജി ഡ്രിങ്ക് കുടിച്ച പോലെ ഭയങ്കര ആരോഗ്യം. അപ്പൊ അവര് പറഞ്ഞു, ഖാലിദേ വെയിലത്ത് നിൽക്കുന്നു പറഞ്ഞു. ഈ വിഷം കുടിച്ച് വെയിൽ കൊണ്ടാൽ ആള് തകരും എന്നാണ്. വിഷം ശരിക്ക് ശരീരത്തിൽ ആണ്ട് പൂണ്ടിറങ്ങുമെന്നാണ്. ഖാലിദ്, ഞാൻ വെയിൽ കൊണ്ടേക്കാം, കുഴപ്പമില്ല. വെയിലത്ത് നിന്നു. മതിയോ എന്ന് ചോദിച്ചു. ഉച്ചവരെ കൊണ്ടു. ആ മതി മതി, കുഴപ്പമില്ല. ഒന്നും സംഭവിച്ചില്ല. അതാണ് സൈഫുല്ലാഹിൽ മസ്ലൂൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ മുതവാത്തിറായ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ പോലും കണ്ടംഗീകരിച്ച വിഷയമാണ്. വെറുതെ നുണ പറയല്ല, ചരിത്രത്തിന്റെ പച്ചയായ സാക്ഷ്യമാണിത്. ഖാലിദ് ബിൻ വലീദ് തങ്ങൾ പച്ചവിഷം ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർള്. ഹദ്ദാദ് റാത്തീബിൽ നമ്മൾ ചൊല്ലുന്ന ദിക്റാൻ. ഹദ്ദാദ് എന്ന് കേൾക്കുമ്പോൾ അലർജിയുള്ള മനുഷ്യന്മാരുണ്ട്. ആ റാത്തീബിൽ വരുന്നത് മുഴുവൻ ഹദീസിൽ വന്ന ദിക്റുകളാണ്, ഹദീസിൽ വന്ന അദ്കാറുകളാണത്, ഹിഫ്ദിന്റെ സംരക്ഷണത്തിന്റെ. അതിനാണ് മഹാന്മാർ നമ്മുടെ വീടുകളിൽ, നമ്മുടെ പള്ളികളിൽ ഓരോ ദിവസവും അത് ചൊല്ലണം. ഈ ദിക്ർ അടക്കമുള്ള ദിക്റുകൾ അതിൽ വളരെ പ്രസക്തമായ ദിക്റുകളാണ്. കാവലിന് വേണ്ട ദിക്റുകളാണ് മുഅ്മിനീങ്ങളെ. അത് ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹുവിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് മുഅ്മിനെ, നമ്മുടെ മുൻഗാമികൾ ഒരാൾ അവരുടെ കൂട്ടുകാരൻ എഴുതിയ ഒരു കത്തിടപാട് കണ്ടിട്ടുണ്ട്. അമ്മാ ബഅദ്, സഹോദരൻ എഴുതി കൊടുക്കുകയാണ്. فإنه من اتقى الله فقد حفظ نفسه.
നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങൾ സംരക്ഷിക്കുന്നു. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടാതെ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ നശിപ്പിക്കുകയാണ്. അല്ലാഹുക്ക് നിങ്ങളൊന്നും ആവശ്യമില്ല. നിങ്ങളുടെ ആരാധന കാത്തിരിക്കുകയല്ല അല്ലാഹു, അത് നിങ്ങളുടെ നന്മക്ക് ആവശ്യമാണ്. സൃഷ്ടാവ് നിങ്ങൾക്ക് ഉപകാരം കിട്ടാനാ നിങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞത്. അതാണ് ഈ വചനത്തിന്റെ അർത്ഥം. അതുകൊണ്ട് അല്ലാഹുവെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹി തങ്ങളുടെ മൗലയായ സഫീന മൗല റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷ കിട്ടിയ ഒരു സ്വഹാബിയുണ്ട്. സ്വഹീഹായ സംഭവമാണിത്. മഹാനായ സഫീന മൗല റളിയല്ലാഹു അൻഹു അവരുടെ സംഭവം ഒരുപാട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. സ്വഹീഹാൻ. മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ തങ്ങളാണ് പറയുന്നത്, സഫീന റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മരണത്തിന് ശേഷം ഒരു യാത്രയിൽ അവരെത്തിപ്പെട്ടതൊരു ദ്വീപിലേക്കായിരുന്നു. അവിടെ കാട്ടുജീവികളുണ്ട്, സിംഹമുണ്ട്, വിജനമായൊരു പ്രദേശം. സഫീന റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലേക്ക് ഒരു സിംഹം ഗർജിച്ചു വരുന്നു. ആ സിംഹം അരികത്തേക്ക് വന്നപ്പോൾ സഫീന റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ അബൽ ഹാരിസ്. അറബികൾ സിംഹത്തെ വിളിക്കുന്ന ഒരു പേരാണ്, ഹാരിസിന്റെ വാപ്പാൻ അബൽ ഹാരിസ്. സിംഹത്തിന് ഹാരിസ് എന്ന് പറഞ്ഞ മോണ്ടായിട്ടല്ല, അറബികൾ അങ്ങനെ വിളിക്കുക. അബുൽ ഹാരിസ് സിംഹത്തിന് പറയുന്നൊരു പേരാണ്. ഹംസ എന്ന് പറഞ്ഞ സിംഹം എന്നാണ്, അസദ് എന്ന് പറഞ്ഞ സിംഹം എന്നാണ്, ദിർഗാം എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ്. യാ അബൽ ഹാരിസ് അന മൗലാ റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിചാരകനായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഹബീബിന് വുദൂഇന് വെള്ളം കൊടുക്കാനും യാത്രയിൽ ഹബീബിനെ സഹായിക്കാനും കൂടെ നടന്ന ആളാണ് ഞാൻ ഇവിടെ എത്തിയത് ഇങ്ങനെയാണ്, എനിക്ക് വഴിയറിയില്ല. فأقبل الأسد له بصبصة حتى قام إلى جنبه. സിംഹം അതിന്റെ വാലാട്ടി മഹാനായ സഫീന റളിയല്ലാഹു അൻഹുവിന്റെ അരികത്തേക്ക് വന്നു. കുല്ലമാ സമിഅ സൗതൻ നഹ്വാ ഇലൈഹി, ഏത് ശബ്ദം കേട്ടാലും അങ്ങോട്ട് ഓടിച്ചെല്ലും. പിന്നെ സഫീന തങ്ങളുടെ അരികത്തേക്ക് വരും. അങ്ങനെ മഹാനായ സഫീന തങ്ങളുടെ കൂടെ നടന്ന് പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന മെയിൻ വഴിയിലേക്ക് എത്തിയപ്പോൾ സിംഹം തലതാഴ്ത്തി ഒരു ആംഗ്യം കാണിച്ചു കൊടുത്തു. അതെന്നോട് യാത്ര പറയുകയാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് മഹാനായ സഫീന മൗല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സിംഹം തൊട്ടിട്ടില്ല. പെരിങ്ങത്തൂർ അലിയുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി സിംഹത്തിന്റെയും കടുവയുടെയും പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട് എന്ന ചരിത്രത്തിലുണ്ട്. അല്ലാഹു തസ്ഖീർ ചെയ്തു കൊടുക്കാന്ന് പറയാം, അവരൊന്നും ചെയ്യൂല. വലിയൊരു സംഭവമുണ്ട്. അബുൽ ഹസനു സാഹിദ് ബനാനുൽ ഹമ്മാൽ റളിയല്ലാഹു അൻഹു ഈജിപ്തുകാരനായ പ്രഗൽഭനായ പണ്ഡിതനാണ്. ഈ ലോകത്തിന്റെ നിയന്ത്രണം അല്ലാഹുവിന്റെ കയ്യിലാണ്. അതല്ലേ അത്ഭുതം. നമുക്ക് ചിലതൊക്കെ അല്ലാഹു ബോധ്യപ്പെടുത്തി തരും. പിന്നെ എല്ലാം മാജിക് പോലെ ബോധ്യപ്പെടുത്തിയാൽ ഈ ലോകം ടെസ്റ്റാണ്. അല്ലാഹുവിനെ നീ കണ്ടെത്തണം. നീ ഇങ്ങനെ ചോറും വെച്ച് നടന്നാൽ പോരാ. നിന്റെ ജീവിതം എന്തിന് നീ ഇവിടെ വന്നു, നീ എവിടേക്ക് പോകുന്നു, നീ പഠിക്കണം. അതിന്റെ ഉത്തരം കടലാസ് കൊടുത്താൽ പിന്നെ പരീക്ഷ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു അങ്ങനെ മാജിക് ഒന്നും അവതരിപ്പിക്കൂല. വ്യക്തമായും കാര്യകാരണങ്ങളാൽ ഈ പ്രപഞ്ചത്തെ നമുക്ക് വായിക്കാൻ തന്നിരിക്കുകയാണ്. വെറുതെ ഇങ്ങനെ അന്തം വിട്ട് നടക്കരുത്. സത്യം മനസ്സിലാക്കണം. അതാണ് അല്ലാഹുവിന്റെ ലക്ഷ്യം. സത്യം മനസ്സിലാക്കുക. മനുഷ്യന് ബുദ്ധിയുണ്ട്. ഇവിടെ ജീവിച്ച് ഉറങ്ങി തീർക്കാനുള്ളതല്ല. ഇവിടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വന്നവരാണ് നമ്മൾ. സൃഷ്ടാവിനറിയണം, അവന് മാത്രമേ വണങ്ങാവൂ. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ആ വണക്കം നമ്മുടെ വിജയത്തിന്റെ കാരണം. അനശ്വരമായ മരണമില്ലാത്തൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണം നമ്മെ കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ, നമ്മുടെ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, നമ്മുടെ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങളുടെ കിടക്കാണ് ഖബറിന്റെ ഉള്ളിൽ. അവർക്ക് കേൾക്കാനും അറിയാനും അല്ലാഹു അവസരം കൊടുക്കുന്നുവെന്നാണ്. അവരോട് പറയുന്ന സലാം, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടി ഹദിയ ചെയ്യുന്ന അമലുകൾ ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുകയാണ്. അല്ലാഹു ഈ സദസ്സിന്റെ പുണ്യം അവർക്കും നൽകട്ടെ. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ. അവിടെ ഖബറുകളിൽ ആർക്കെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അല്ലാഹു ആ ശിക്ഷയെ ഇല്ലാതെയാക്കി അവർക്ക് സ്വർഗീയ സുഖം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് വേണ്ടപ്പെട്ട ആളുകൾ ഈ പരിപാടിക്ക് വേണ്ടി വളരെ
വളരെ പരിശ്രമിച്ച എൻ്റെ സുഹൃത്തു കൂടിയാണ് മുഹമ്മദ് കുഞ്ഞി കൊളവയിൽ. അദ്ദേഹം അബുദാബിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയും ഉപ്പയും മരണപ്പെട്ടു, നിങ്ങൾക്ക് അറിയാം. അടുത്ത വീടല്ല, തൊട്ടുപുറത്തെ വീടുള്ള മുഹമ്മദ് കുഞ്ഞി. അള്ളാഹു അവരുടെ ഉപ്പാക്കും ഉമ്മാക്കും നമ്മുടെയൊക്കെ മാതാപിതാക്കൾ. മൊയ്തു ഹാജിയുടെ ഉമ്മ മരണപ്പെട്ടു, ഉപ്പ, അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. നമ്മൾ ഓരോരുത്തരുടെയും ബന്ധുക്കൾ മരണപ്പെട്ടിരിക്കുകയാണ്, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബുൽ ഹസൻ അസ്സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലത്തെ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഇബ്നു തൂലൂൻ. അയാൾ കൊന്നതിന് കണക്കില്ല. 38,000 നിരപരാധികളെ ജയിലിലടച്ച് പട്ടിണിക്കിട്ട് കൊന്ന ആളാണ്. ഖതലഹും സബ്റൻ എന്ന് പറയും. ഖതലഹു സബ്റൻ എന്ന് പറഞ്ഞാൽ ജയിലിലടച്ച് ഭക്ഷണം കൊടുക്കാതെ കൊല്ലുക. അങ്ങനെ 38,000 ആളുകളെ കൊന്ന ആളാണ്. ഒരാളും ആൾക്കെതിരെ ശബ്ദിക്കുമായിരുന്നില്ല എന്നാണ്. മഹാനായ അല്ലാമ അബുൽ ഹസൻ സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു തൂലൂനിന്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, ഇബ്നു തൂലൂൻ, ഈജിപ്തുകാരനാണ്, നീ ചെയ്യുന്നത് കൃത്യമായും ക്രൂരതയാണ്. അക്രമങ്ങൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ കൂരിരുട്ടുകളായിരിക്കും, നീ കഷ്ടപ്പെടും. ഇബ്നു തൂലൂൻ, നിരപരാധികളായ ആളുകളുടെ ജീവൻ എടുക്കുകയാണോ? ശബ്ദിച്ചു. അതുകൊണ്ടാണ് ഏറ്റവും വാളുകൊണ്ടോ ആയുധം കൊണ്ടോ ചെയ്യുന്ന ജിഹാദല്ല, അധർമ്മത്തിനെതിരെ ശബ്ദിക്കലാണെന്ന് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ, അക്രമിയായ ഭരണാധികാരിയുടെ മുമ്പിൽ ചെന്ന് സത്യം തുറന്നു പറയലാണ് ഏറ്റവും വലിയ ധർമ്മസമരമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു തൂലൂനിന്റെ മുമ്പിൽ ചെന്ന് മഹാനായ അബുൽ ഹസൻ സാഹിദ് തങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് കൊടുത്ത ശിക്ഷ എന്താണെന്നറിയോ? 3 ദിവസം ഒരു സിംഹത്തിന് പട്ടിണി കിട്ടും, ഭക്ഷണം കൊടുക്കാണ്ട് 3 ദിവസം. എന്നിട്ട് ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി, ഇബ്നു തൂലൂൻ, എനിക്കെതിരെ ശബ്ദിക്കാൻ ഒരാളും ധൈര്യപ്പെടാത്തിടത്ത് എന്നെ തിരുത്താൻ വന്നവനോ കാണിച്ചു കൊടുക്കാന്നാ പറഞ്ഞത്. ആ മഹാനെ 3 ദിവസം ഭക്ഷണം കഴിക്കാത്തൊരു സിംഹത്തിന്റെ മുന്നിലേക്ക് ഒരു റിങ്ങിൽ 3 ദിവസം കഴിഞ്ഞപ്പോ സിംഹത്തെ കൊണ്ടുവിട്ടു. അതിന് വിശക്കുന്നുണ്ട്. 3 ദിവസമായി അന്നവും വെള്ളവും തൊട്ടില്ല. ഇബ്നു തൂലൂൻ പോലും അത്ഭുതപ്പെട്ടു പോയി. അയാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് മാപ്പ് തരാം, കാരണം ഈ ഒരു മഹാത്ഭുതം കണ്ടതിന് ശേഷം. പക്ഷെ ചോദ്യം ചോദിച്ചോട്ടെ, ആ സിംഹം നിങ്ങളുടെ അരികത്ത് വന്ന് ഇങ്ങനെ മണം പിടിച്ചപ്പോ നിങ്ങൾ എന്താണ് ആലോചിച്ചു കൊണ്ടിരുന്നത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുടെ വായയിലെ ഉമിനീരിന്റെയും വളർത്താത്ത പിടിമൃഗങ്ങൾ, സിംഹം പോലെ നരി പോലെ, അതിന്റെ വായിലെ ഉമിനീരിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അത് നജസാണോ അല്ലയോ? ഈ സിംഹമെങ്ങാനും എന്നെ നാവ് കൊണ്ട് നക്കി തുടക്കുകയാണെങ്കിൽ എനിക്ക് ഒതു കൊടുക്കണമെങ്കിൽ ഇത് കഴുകിക്കളയേണ്ടതുണ്ടോ ഇല്ലയോ? ഫുഖഹാക്കന്മാർ എന്താണ് ലുആബുൽ അസദിനെ കുറിച്ച് പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു പേടിയും പേടിച്ചിട്ടില്ല. ഇത് ചരിത്രത്തിൽ ഈജിപ്തിൽ നടന്ന സംഭവമാണ്. മഹാനായ അല്ലാമ അബുൽ ഹസൻ അസ്സാഹിദ് ബനാനുൽ ഹമ്മാൽ റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഇബ്നു തൂലൂനിന്റെ കൊട്ടാരമുറ്റത്ത് എന്തേ കാരണം? നന്മ ചെയ്തവർക്ക് അല്ലാഹു നന്മ കൊടുക്കുക. വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. നമ്മൾ വിതക്കുന്നതാണ് കൊയ്തെടുക്കുന്നത്. നമ്മൾ വിതക്കുന്നതാണ് കൊയ്തെടുക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് അള്ളാഹു തിരിച്ചു പ്രതിഫലം നൽകുന്നത്. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു തോട്ടത്തിൽ ഉറങ്ങിക്കിടക്കുകയാണ്. എണീറ്റപ്പോ തൊട്ടടുത്തൊരു സർപ്പമുണ്ട്. ആ സർപ്പത്തിന്റെ വായിൽ ഒരു നർഗിസ് പുഷ്പമുണ്ടായിരുന്നു. ഉറങ്ങണവരെ എന്തെങ്കിലും ജീവിയോ ഈച്ചകളോ മഹാന്റെ ദേഹത്തേക്ക് വരുമ്പോൾ സർപ്പം ഈ പൂ കൊണ്ട് തട്ടിക്കളയുന്നുണ്ടായിരുന്നു. എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത്. മഹാനായ ഇബ്രാഹിം അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഇതുപോലത്തെ ഒരു സംഭവം മഹാനായ മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി സംഭവിച്ചിട്ടുണ്ട്. സർപ്പം അതിന്റെ വായിൽ ഒരു പൂ പിടിച്ച് ഉറങ്ങുന്ന മഹാന് സംരക്ഷണം കൊടുത്തത്. എത്രയോ അനുഭവങ്ങൾ വേറെയുണ്ട്. നമ്മുടെ അടുത്ത കാലങ്ങളിൽ കഴിഞ്ഞ മഹാപണ്ഡിതന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന സംരക്ഷണങ്ങളാണ്.
അലാഉൽ ഹദ്റമി എന്ന് പറയുന്ന സ്വഹാബിയെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അല്ലാതെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാഉൽ ഹദ്റമിയെ 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. 3 കാര്യം. ആ 3ഉം മഹാനായ അലാഉൽ ഹദ്റമിയോടുകൂടെ ഞാൻ അനുഭവിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന്, അലാഉൽ ഹദ്റമിയുടെ കൂടെ ഞങ്ങൾ ബഹ്റൈനിലേക്ക് പോകുമ്പോൾ, ഇന്നത്തെ ബഹ്റൈൻ അല്ല കേട്ടോ, കിതാബിലൊക്കെ പറയുന്ന ബഹ്റൈൻ ഇന്നത്തെ ദമാമിന്റെ പരിസര ഭാഗങ്ങളാണ്, ഖസീം ആ ഭാഗങ്ങളാണ് അന്നത്തെ ബഹ്റൈൻ എന്ന് പറയുന്നത്. അതിന്റെ അപ്പുറത്ത് ദ്വീപുകളുണ്ട്. അലാഉൽ ഹദ്റമിയുടെ കൂടെ ഞങ്ങൾ അന്നൊരു ധർമ്മസമരത്തിന് പോകുമ്പോൾ ഒരു ദ്വീപ് കടക്കാൻ, ഒരു ദ്വീപ് മുറിച്ചു കടക്കാൻ അവിടെ പാലമില്ല, ഒന്നുമില്ല. മഹാനായ അലാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഇന്നാ ജുന്ദുക, അല്ലാഹുവേ ഞങ്ങൾ നിന്റെ സൈന്യമാണ്, വനുഖാതിലു ഫീ സബീലിക, നിന്റെ ദീനിനോട് പടപൊരുതാൻ വന്നവരെ പ്രതിരോധിക്കാൻ വന്നവരാണ് ഞങ്ങൾ. ഫഹ്മിൽനാ കൈഫ ശിഅ്ത്, എനിക്കും എന്റെ സൈന്യത്തിനും അക്കരെ കടക്കണം, അതുകൊണ്ട് എങ്ങനെ നീ തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് അക്കരെ കടക്കണം, കപ്പലില്ല, പാലമില്ല എന്ന് പറഞ്ഞു മഹാനായ അലാ റളിയല്ലാഹു അൻഹു തന്റെ കുതിരപ്പടയെ വെള്ളത്തിലേക്ക് ഓടിക്കുകയും ആ സൈന്യവും മഹാനവറുകളും ഒരുമിച്ച് അക്കരെ കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഫവല്ലാഹി മബ്തല്ല ലഹും സുറുജുൻ, ആ കുതിരകളുടെ മീതയിട്ട വസ്ത്രം പോലും നനഞ്ഞിട്ടില്ലായിരുന്നുവെന്ന് മഹാനായ ഹദീസ് പണ്ഡിതൻ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഞാൻ ആ മഹാന്റെ കൂടെയുണ്ട്. അതാണ് അല്ലാമ ഇഖ്ബാലിന്റെ കവിതയിലുള്ളത്. ദശ്ത് തോ ദശ്ത് ഹേ ദരിയാ ഭീ ന ഛോടാ ഹംനെ, ബഹ്റ സുലുമാത് മേ ദൗടാ ദിയാ ഖോടാ ഹംനെ, സമുദ്രത്തിലും പുഴയിലും കുതിരയോടിച്ചവരാണ് ഞങ്ങളുടെ മുൻഗാമികളെന്ന് മഹാനായ അലാഉൽ ഹദ്റമിയെ സംബന്ധിച്ചാണ് അല്ലാമ ഇഖ്ബാല പറയുന്നത്. ദശ്ത് തോ ദശ്ത് ഹേ, എന്ത് മരുഭൂമി, മരുഭൂമി എന്ത്, കടലും വെള്ളവും ഞങ്ങൾ കുതിരയോടിച്ചിട്ടുണ്ട് എന്ന് മഹാനായ സ്വഹാബിയുടെ കറാമത്തുകളാണ് പറയുന്നത്. ഇതൊക്കെ പ്രശസ്തമായ പ്രഗത്ഭമായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിസൂക്ഷ്മമായി നിവേദനം ചെയ്ത സംഭവങ്ങളെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതേ മഹാന്റെ കൂടെ ഞങ്ങൾ ഒരു യാത്രയിൽ മരുഭൂമിയിലാണ്, ഞങ്ങൾക്ക് വെള്ളമില്ല. മഹാനായ അലാഉൽ ഹദ്റമിയോട് ആളുകൾ പറഞ്ഞു, അലാഏ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ഇറക്കണേ, ഇവിടെ മഴ പെയ്യണം. കണ്ണീത്ത് ഉസ്താദ് എന്നിട്ട് ഇവിടെ കേരളത്തിൽ എത്ര മഴ കിട്ടിയിട്ടുണ്ട്. മഹാനായ കണ്ണീത്ത് അഹ്മദ് മുസ്ലിയാർ വാഴക്കാട് അന്ത്യവിഷമം കൊള്ളുന്നു, യാ വദൂദ്, അല്ലാഹുവേ ഞങ്ങൾക്ക് മഴ വേണം. ഉസ്താദ് ദുആയിരുന്നു, ഒരു ദുആക്ക് മഴ കിട്ടിയതിന് ഞാൻ സാക്ഷിയാണ്. യാ വദൂദ്, അല്ലാഹുവേ മഴ വേണം. കാണുന്ന ലോകത്തിനപ്പുറം ഒരു ലോകമുണ്ട്. നമ്മൾ കാണുന്ന ഈ ഭൗതികതക്കപ്പുറത്തൊരു ആത്മീയ ലോകമുണ്ട്. അത് അല്ലാഹുവിനോട് ചോദിക്കുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട്. മഴ പെയ്തു. അലാഉൽ ഹദ്റമിയുള്ള ആ സംഘത്തിന്റെ മുന്നിൽ മഴ പെയ്തു. അതിശക്തമായ മഴ പെയ്തു. സ്വഹാബിമാര് കുളിക്കേണ്ടവർ കുളിച്ചു, ഉളൂടുക്കേണ്ടവർ ഉളൂടുത്തു. ഒട്ടകങ്ങൾക്ക് അവരുടെ വാഹനങ്ങൾക്ക് കുടിപ്പിക്കാനുള്ളതെല്ലാം കുടിപ്പിച്ചു. പോവില്ലേ എന്ന് ചോദിച്ചു. ആ പോകാം. സംഘം യാത്ര തിരിച്ചു. കുറെ ദൂരം ചെന്നപ്പോഴേ ഒരു സ്വഹാബിക്ക് ഓർമ്മ വന്നു, പടച്ചവനെ എന്റെ. അങ്ങനെ അദ്ദേഹം ആ മഴ പെയ്തിടത്തേക്ക് തിരിച്ചു വന്നപ്പോൾ ബാഗ് അവിടെയുണ്ട്, പക്ഷേ വെള്ളത്തിന്റെ ഒരു തരി പോലും കാണാനില്ല. അവിടെ പിന്നെ മേഘമില്ല, വെള്ളമില്ല, ഒന്നുമില്ല, ഉണങ്ങിക്കിടക്കാണ്. ആ സ്ഥലത്ത് വെച്ച് മഴവെള്ളത്തിൽ കുളിച്ചവരാണവര്. വെള്ളം കുളിച്ചിട്ടുണ്ട്. തിരിച്ചു നോക്കുമ്പോ ബാഗ് അവിടെ ഉണ്ട്, പക്ഷേ വെള്ളത്തിന്റെ തരിശു പോലും കണ്ടില്ല. ഇതിനും ഞാൻ സാക്ഷിയാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മൂന്നാമത് മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു, അലാ എന്നവരെ ഞാൻ സ്നേഹിക്കാൻ മൂന്നാമതൊരു കാരണമുണ്ട്. ഒക്കെ മഴയുമായി ബന്ധപ്പെട്ടതാണ്. അലാ തങ്ങളെ മഹാനവറുകൾ ലോകത്തോട് വിട പറയുമ്പോൾ അലാ റളിയല്ലാഹു അൻഹു മരണപ്പെട്ട സ്ഥലം കുളിപ്പിക്കാൻ വെള്ളമില്ലായിരുന്നു. ഉണങ്ങിയ ഭൂമിയാണ്. ഖബർ കുഴിക്കാൻ വരെ പറ്റില്ല. അവരുടെ കയ്യിൽ വാളല്ലോ, യുദ്ധത്തിന് പോകുന്ന ആയുധങ്ങളാണുള്ളത്. അവർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരിക. അപ്പോ ഖബർ കുഴിക്കാൻ പറ്റൂല. ഞങ്ങൾ ഇങ്ങനെ പേടിച്ചിരുന്നു, റബ്ബേ എങ്ങനെയാണ്
എങ്ങനെ ഖബർ കുഴിക്കുക? മയ്യത്ത് കുളിപ്പിക്കാൻ വെള്ളമില്ല. ഈ മയ്യത്തിന്റെ എവിടെ പോകും? മരുഭൂമിന്റെ നടുവിന്ന് എത്ര ദൂരം ചുമന്നു കൊണ്ടുപോകും? എവിടെ എത്താനാ? അപ്പോഴതാ മഴ വരുന്നു. അലാഉൽ ഹദറമി എവിടെയാണോ മരിച്ചു കിടക്കുന്നത്, ആ അതിന്റെ മേൽവശത്ത് മേഘം വന്ന് മഴ പെയ്യാൻ തുടങ്ങി. ആ മഴവെള്ളത്തിലാണ് മഹാനായ അലാഉൽ ഹദറമിയെ ഞങ്ങൾ കുളിപ്പിച്ചത്. ആ മണ്ണ് നനയുകയും ഞങ്ങളുടെ വാള് കൊണ്ട് കുത്തിയാൽ കുഴിയെടുക്കാൻ പറ്റുന്ന വിധം മണ്ണ് സോഫ്റ്റായി വന്നു. അവിടെയാണ് ഞങ്ങൾ ഖബർ കുഴിച്ചത്. ആ ഖബറിലാണ് മഹാനവറുകളെ ഞങ്ങൾ മറമായത്. മഹാന്റെ അവസാനത്തെ കുളിക്ക് പോലും അള്ളാഹു മഴവെള്ളം തന്നിട്ടുണ്ട്. ഈ മഹാത്ഭുതങ്ങൾ, മഹാനായ അലാഉൽ ഹദറമി എന്ന സ്വഹാബിക്കുണ്ടായ കറാമത്തുകൾ അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യോഗ്യനായതിന്റെ പേരിലാണല്ലോ, അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ പേരിലല്ലേ ഇതുപോലെയുള്ള മഹാത്ഭുതങ്ങൾ അള്ളാഹു കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അലാഉൽ ഹദറമിയെ ഇഷ്മാണ് ഈ 3 കാരണങ്ങൾ കാരണം, അനുഭവങ്ങൾ കാരണമെന്ന് ഹബീബിന്റെ സ്വഹാബിയായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സജ്ജനങ്ങൾക്ക് വേണ്ടി വഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ, അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സമുദ്രം മുറിച്ചു കടന്ന മറ്റൊരു പ്രഗൽഭനായ സ്വഹാബിയുണ്ട്, അബൂ റൈഹാന റളിയല്ലാഹു അൻഹു. സമുദ്രം മുറിച്ചു കടന്ന സ്വഹാബിയാണ്. മെഡിറ്ററേനിയൻ കടലിൽ ഒരു ദ്വീപിലേക്ക് യാത്ര ചെയ്ത സ്വഹാബിയാണ് അബൂ റൈഹാന റളിയല്ലാഹു അൻഹു. ഒരു യുദ്ധസമയത്ത് അങ്ങനെ പോകുമ്പോ മഹാനവറുകളുടെ കയ്യിലുണ്ടായിരുന്ന സൂചി നഷ്ടപ്പെട്ടു പോയി. കടലിൽ പോവാണ് നേരെ, ആ വെള്ളം തൊടാതെ, വെള്ളത്തിൽ ആഴാതെ. ഇതൊരു യുക്തിവാദികൾക്കും ഇപ്പൊ കളിയാക്കിയെന്ന് വരും. അവർക്ക് പിന്നെ കഥയൊന്നുമില്ലല്ലോ, അവർക്ക് പിന്നെ മൊത്തം യുക്തിയല്ലേ ഉള്ളൂ. കാണാത്തതൊന്നും വിശ്വസിക്കൂല. ഈ യുക്തി എന്ന് പറഞ്ഞ സാധനങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് അത് കണ്ടിട്ടില്ല. കാണാത്തത് വിശ്വസിക്കാത്ത ആൾക്കാരാണ്, അവരെ നമുക്ക് വെറുതെ വിടാം. പക്ഷേ ഇത് സജ്ജനങ്ങളുടെ ചരിതങ്ങളിൽ പ്രഗൽഭരായ സത്യസന്ധരായ ചരിത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച സംഭവങ്ങളാണ്. ആ സൂചി നഷ്ടപ്പെട്ടപ്പോ അബൂ റൈഹാന റളിയല്ലാഹു അൻഹുവിന്റെ ആ സൂചി ഇബ്റതുഹു, ആ സൂചി നഷ്ടപ്പെട്ടപ്പോ മഹാനവറുകൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ റുദ്ദ അലയ്യ ഇബ്റതി എന്നൊക്കെ. മൊബൈൽ താഴെ വീണു പോയ മാതിരിയാണ് അന്നത്തെ സൂചി എന്ന് പറഞ്ഞത്. കാരണം ഒരു കുപ്പായം ഉണ്ടാവുള്ളൂ, അത് കീറിയാൽ ഉടനെ തുന്നണം. അതാണ് പുതിയ കുപ്പായം. അത് വീണ്ടും കീറിയ വീണ്ടും തുന്നും, എന്നല്ല പുതിയത് വാങ്ങാൻ വയ്യല്ലോ. അപ്പൊ സൂചി കൊണ്ട് നടക്കും. അല്ലാഹുമ്മ റുദ്ദ അലയ്യ ഇബ്റതി, എന്റെ സൂചി എനിക്ക് തിരിച്ചു നൽകണമേ റബ്ബേ എന്ന് ദുആ ചെയ്തപ്പോൾ ഫറആഹ അലൽ മൗജ്, സമുദ്രത്തിലെ തിരമാലകൾക്കു മീതെ ആ സൂചി പൊങ്ങി വന്ന് മഹാനായ അല്ലാമ അബൂ റൈഹാന, സ്വഹാബിയായ അബൂ റൈഹാന റളിയല്ലാഹു അൻഹു അതെടുത്തിട്ടുണ്ട് എന്ന സംഭവം അൽ മഖാമാത്തുൽ ജലിയ എന്ന ഗ്രന്ഥത്തിൽ മഹാനായ ഇബ്നു സയ്യിദുന്നാസ് ഉദ്ധരിച്ചിട്ടുണ്ട്. കമാ തദീനു തുദാൻ, നീ എങ്ങനെ പെരുമാറുന്നുവോ അല്ലാഹുവിനോട്, അങ്ങനെയാണ് നിന്നോട് പെരുമാറപ്പെടുന്നത്. യഅമൽ മാ ശിഅത, നിനക്ക് വേണ്ടത് ചെയ്തോ. ഖമാ തദീനു തുദാൻ, നീ എന്താണോ ചെയ്തു കൂട്ടുന്നത് അതിനാണ് നാളെ പ്രതിഫലം നൽകാൻ പോകുന്നത്. നന്മയാണെങ്കിൽ നല്ലത്, തിന്മയാണെങ്കിൽ തിന്മ. മഹാനായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ചെങ്കടലിന്റെ അവസാന ഭാഗമായ സൂയസ് ഉൾക്കടൽ മുറിച്ചു കടന്നിട്ടുണ്ടല്ലോ. അത് ചെങ്കടലാണ്, സൂയസ് ഉൾക്കടൽ. ആ മുറിച്ചു കടന്ന ഭാഗം ഇന്ന് ഏകദേശം നമ്മൾ ഹോളി ലാൻഡ് യാത്ര പോകുമ്പോൾ അതിന്റെ അരികത്തുകൂടെ പോവുക. ആ പോയിന്റ് കഴിഞ്ഞാലാണ് സൂയസ് കനാൽ വരുന്നത്. സൂയസ് കനാലിന്റെ അടിയിലൂടെ ബസ്സും ലോറിയും ട്രക്കൊക്കെ യാത്ര ചെയ്യും. അടിയിലൂടെ മേലെ കപ്പല് അടിയിലൂടെ ക്രോസ് ചെയ്യാറുണ്ട്. അങ്ങോട്ട് എത്തുന്നതിന്റെ ഒരു 10 കിലോമീറ്റർ ഇപ്പുറം നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം ചെങ്കടൽ മുറിച്ചു കടന്നു എന്ന് പറഞ്ഞ ബൈബിളിലും അതുപോലെ തന്നെ തോറയിലും പറഞ്ഞ എക്സോഡസ്, കടൽ മുറിച്ചു കടന്ന സംഭവം. സൂയസ് ഉൾക്കടലാണ് ആ മുറിച്ചു കടന്നത്. അത് ചെങ്കടലാണ്, ചെങ്കടലിന്റെ കൈവരിയാണ് സൂയസ് ഉൾക്കടലും അഖബ ഉൾക്കടലും. സൂയസ് ഉൾക്കടലിന്റെ അവസാന ഭാഗമാണ് മഹാനായ മൂസ അലൈഹിസ്സലാം മുറിച്ചു കടന്നിട്ടുള്ളത്. അത് മുറിച്ചു കടന്ന് ഇക്കരെ എത്തിയിടത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി
അള്ളാഹു ഭൂമിയിൽ നിന്ന് വെള്ളം ഒഴുക്കി കൊടുത്തിരുന്നു. ആ കിണറുകളുടെ 5-6 കിണറുകൾ, 12 കിണറുണ്ട്. അതിൽ 5-6 ഇപ്പോഴും അവിടെയുണ്ട്. 1-2 വെള്ളമുണ്ട്. ഇപ്പൊ കാണാൻ പറ്റും, കടലിനരികെ തന്നെ. ഇത് ടാർപ്പായ കെട്ടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉയ്യൂൻ മൂസ എന്നാണ് ആ സ്ഥലത്തിന് പറയാം. ഉയ്യൂൻ മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കിണറുകൾ എന്നാണ്. അതായത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നിന്ന് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നർത്ഥം. നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഫറോവ പിന്തുടർന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെ. ഫറോവയാണ് കിടക്കുന്നത് ഈജിപ്തിന്റെ മ്യൂസിയത്തിൽ. റോയൽ മമ്മി ഹാളിലേക്ക് 50 പൗണ്ടിന്റെ ടിക്കറ്റ് എടുത്ത് ചെന്നാൽ ചെങ്കടലിൽ അള്ളാഹു മുക്കിക്കൊന്ന ഈജിപ്തിന്റെ ക്രൂരനായ ഭരണാധികാരി റംസീസ് രണ്ടാമൻ എന്തിനാ കൊടുത്തതെന്നറിയോ? അള്ളാഹു റംസീസിന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കാൻ ഖുർആനിൽ പറഞ്ഞ കാരണം നിന്നെപ്പോലെ ധിക്കാരികൾ ഇനി ലോകത്ത് വരാനുണ്ട്, അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാ. എനിക്കല്ലയോ ഈജിപ്തിന്റെ രാജാധികാരം, എന്റെ കാലിന്റെ താഴെയല്ലേ ഈ ഈജിപ്തിലെ വെള്ളം ഒഴുകുന്നത്, നൈലും കടലുമെല്ലാം എന്ന് പറഞ്ഞവനെ അല്ലാഹു എന്റെ വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, എന്റെ താഴെയല്ലേ ഒഴുകണത്, അല്ലാഹു ആ വെള്ളം അവന്റെ മീതെ ഒഴുക്കിന, അങ്ങനെ അവനെ മുക്കിക്കൊന്നത്. അത് ഖിയാമത്ത് നാൾ വരെ വരുന്ന ഹുങ്കുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ. അതുകൊണ്ട് ഹുങ്കും അഹങ്കാരവും പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഈജിപ്തിലെ മ്യൂസിയത്തിൽ മാതൃകയുണ്ട്. സംഭവിക്കാൻ പോകുന്നത് ഇതാണ്. ലോകം നിങ്ങളെ തിരിച്ചറിയും. ക്രൂരതക്കും അനീതിക്കും കൂട്ടുനിന്ന ആളുകളെ ഫറോവയുടെ കൂട്ടത്തിലായി അള്ളാഹു ചങ്ങലയിൽ നിരത്തുന്നൊരു സമയമുണ്ട്. അല്ലാതെ ഇത് ധർമ്മം വിജയിക്കുന്ന ലോകമാണ്. എത്രയെല്ലാം ആളുകൾ എന്തെല്ലാം ചെയ്യാറുണ്ട് ലോകത്ത്, എന്തെല്ലാം കലാപങ്ങൾ ആളുകൾ ഉണ്ടാക്കാറുണ്ട്. പല ആളുകളുമായി ശത്രുത ഉണ്ടാക്കാൻ വേണ്ടി അവസാനം വെളിച്ചത്ത് കൊണ്ടുവരും ആരാ അത് തുടങ്ങിയത്. അപ്പൊ മനസ്സിലാവും അതിലെ ചതി എന്തായിരുന്നുവെന്ന്. ഒരിക്കലും തിന്മയെ മറച്ചു വെക്കാൻ കഴിയില്ല. കുറച്ചു നേരം മറച്ചു വെക്കും, പിന്നെ തിന്മയെ അള്ളാഹു പുറത്തു കൊണ്ടുവരും. സത്യമാണ് വിജയിക്കുക. അത് ലോകത്ത് അനുഭവമല്ലേ. അതുകൊണ്ട് ധർമ്മം വിജയിക്കുന്നു എന്നത് ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നതിന്റെ അടയാളമാണ്. യുക്തിവാദിക്ക് മിനിമം തിരിയാൻ അത് മതി. ധർമ്മമാണ് ഇവിടെ വിജയിക്കുന്നത്. ഖുൽ ജാഅൽ ഹഖ് وزهق الباطل إن الباطل كان زهوقا. Say the truth has come. وزهق الباطل and the falsehood has vanished. إن الباطل كان زهوقا and the falsehood is ever a vanisher. തിന്മ ഒരിക്കലും നിലനിൽക്കൂല. അഹങ്കാരവും അനീതിയും ലോകത്ത് നിലനിൽക്കില്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നമ്മൾ സിന്ദാബാദ് വിളിച്ചിട്ട് കാര്യമില്ല, മുഷ്ടി ചുരുട്ടിയിട്ടും കാര്യമില്ല. തിന്മകൾ കുറഞ്ഞ നേരത്തേക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ, പിന്നെ താഴെ പോകും. അതിനുദാഹരണമാണ് ഫറോവയെ അള്ളാഹു മുക്കിക്കൊന്നത്. അത് അള്ളാഹു പറഞ്ഞു, നിന്റെ ബോഡി ഞാൻ ഇന്ന് എടുത്തു വെക്കാൻ. 5000 കൊല്ലം പഴക്കമുള്ള ഒരു ശവശരീരം ഈജിപ്തിന്റെ മ്യൂസിയത്തിനുള്ളിൽ അള്ളാഹു സൂക്ഷിച്ചു വെച്ചു. റംസീസ് രണ്ടാമൻ. ഒപ്പം ഒരു 15 ഡെഡ് ബോഡി വേറെയുണ്ട്. റോയൽ മമ്മി ഹാളിൽ ചെന്നാൽ മിനിമം 15-17 ഉണ്ട്. 1-2 ഇടക്കിടക്ക് സ്പെയിനിലും യൂറോപ്പിലേക്കും പഠനങ്ങൾക്ക് കൊണ്ടുപോകും ഈ ഡെഡ് ബോഡികൾ. റംസീസിന്റേത് അവിടെ കിടക്കുകയാണ്. തലമുടി അവിടെ ഉണ്ട്. ഒരു ചെറിയ മനുഷ്യൻ. എന്തൊക്കെ വിടായികളാ ലോകത്തോട് പറഞ്ഞത്, ഞാൻ പടച്ചവനാണ്. അവൻ പറഞ്ഞ വാക്കല്ലേ അത്, അന റബ്ബുകുമുൽ അഅ്ലാ, ഞാൻ നിങ്ങളുടെ വലിയ പടച്ചവനാണ്, എനിക്ക് സുജൂദ് ചെയ്യണം, എന്നെ വണങ്ങണം എന്ന് പറഞ്ഞവനെ മുക്കി കൊന്നിട്ട് അല്ലാഹു പറഞ്ഞു, അൽയൗമ നുനജ്ജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽഫക ആയ. ഫറോവ, നിന്റെ ഭൗതിക ശരീരം ഞാൻ ഇവിടെ എടുത്തു വെക്കും. അല്ലാഹു എടുത്തു വെച്ചില്ലേ?